മൂന്നാം ഊഴം പ്രചാരണത്തിൽ മുന്നറിയിപ്പുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇടത് സർക്കാരിന് മൂന്നാം ഊഴം ഉറപ്പായി എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. മൂന്നാം ഊഴം ഉറപ്പായി എന്ന് പറയുന്ന അബദ്ധമാണ്. അതിനുള്ള സാഹചര്യം മാത്രമാണ് രൂപപ്പെട്ടുള്ളതെന്നും MA ബേബി. ഒരു മൂന്നാം ഊഴം ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്, മണ്ണിന്റെ മക്കൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാം ഊഴം കിട്ടാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. സാഹചര്യം രൂപപ്പെട്ടിട്ടേ ഉള്ളൂ കേട്ടോ. മൂന്നാം ഊഴം ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അത് അബദ്ധമാണ്. മൂന്നാം ഊഴം ഉറപ്പിക്കാനുള്ള പ്രവർത്തനം, പോരാട്ടങ്ങൾ, അതും ഈ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അരുൺരാജ് നമുക്കൊപ്പം ചേരുന്നു. അരുൺരാജ്, മൂന്നാം ഊഴത്തിന് സംഭവമല്ല ഉറപ്പായി എന്ന് പറഞ്ഞു നടക്കുന്ന അബദ്ധമാണ് എന്ന് MA ബേബി പറയുമ്പോൾ എന്താണ് ബേബി സഖാവ് ലക്ഷ്യം വയ്ക്കുന്നത്? ഗുഡ് മോർണിംഗ്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഈ മൂന്നാം ഇടത് സർക്കാർ ഉറപ്പാണെന്ന് ആവർത്തിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ അത്തരമൊരു ചിന്ത വേണ്ട, അത്തരമൊരു സാഹചര്യം മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഇക്കാര്യത്തിൽ ഒരു മുൻ പ്രതീക്ഷയോടോ മുൻവിധിയോടോ മുന്നോട്ട് പോകരുത് എന്ന സന്ദേശം CPMന്റെ PB അംഗം കൂടിയായ MA ബേബി നൽകുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം, പ്രവർത്തനമുണ്ടാകണം. ആ പ്രവർത്തനത്തിലൂടെ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തിലേക്ക് നേടാൻ കഴിയൂ. അല്ലാതെ ഒരു അബദ്ധധാരണയോടെ മുന്നോട്ട് പോയാൽ അത് വലിയ അബദ്ധമായി മാറും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് PB അംഗത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. സമ്മേളനത്തിന് തൊട്ടു മുമ്പ് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴായിരുന്നു CPM PB അംഗം MA ബേബിയുടെ ഈ പ്രസ്താവന എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം കഴിഞ്ഞ ദിവസം പോലും സംസ്ഥാന സെക്രട്ടറി കൊല്ലത്തെത്തിയപ്പോൾ ഇടത് സർക്കാരിന് മൂന്നാം ഊഴം ഉറപ്പെന്ന് ആവർത്തിക്കുകയായിരുന്നു. അത്തരമൊരു പ്രചരണത്തിലേക്ക് CPMന്റെ സംസ്ഥാന ഘടകം കടക്കുമ്പോഴാണ് അത്തരമൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരമൊരു അബദ്ധധാരണയോടുകൂടി അത്തരമൊരു മുൻവിധിയോട് മാത്രം മുന്നോട്ട് പോകരുതെന്ന ചിന്ത ഇപ്പോൾ CPM PB അംഗം തന്നെ നൽകുന്നത്.